പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് ജിയോഗ്രഫിയിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തീരങ്ങളിലൂടെ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ വാസ്കോഡ ഗാമയുടെ ചരിത്രപരമായിട്ടുള്ള യാത്രയെ പറ്റിയിട്ടാണ് പറയുന്നത്. സമുദ്രസഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലിയൂഡ് സൊസൈറ്റിയോട് തയ്യാറാക്കിയിട്ടുള്ള എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത് വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെ പറ്റിയിട്ടാണ്. കാറ്റ് അദ്ദേഹത്തിന്റെ യാത്രയെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഈ ഒരു ഭാഗത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാർഗം നൽകി. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായിട്ടുള്ള ഈ തീരങ്ങളിലൂടെയുള്ള യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ തീരദേശത്തിന്റെ ദൈർഘ്യം ഏകദേശം 7517 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള തീരസമതലം ഏറെ ജനനിബിഡമാണ്. ജനവാസത്തിന് അനുയോജ്യമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ് ഈ മേഖല ജനനിബിഡമാകുന്നത്. പ്രത്യേകിച്ച് സമുദ്രതല ഭൂപ്രകൃതി, മറ്റൊന്ന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ, മറ്റൊന്ന് ജലലഭ്യത തുടങ്ങിയവ ഇവിടെ ജനവാസം കൂടാനുള്ള കാരണമായിട്ട് നമുക്ക് പറയാം. സ്ഥാനം, ഭൂപ്രകൃതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പടിഞ്ഞാറൻ സമതലവും മറ്റൊന്ന് കിഴക്കൻ തീരസമതലമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പടിഞ്ഞാറൻ തീരസമതലം, അതേപോലെ കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം നമുക്ക് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിൽ. പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്ററിൽ നീളത്തിൽ കാണപ്പെടുന്നു. ഏകദേശം വീതി 10 മുതൽ 15 കിലോമീറ്റർ ആണ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. എന്താണ് താഴ്ത്തപ്പെട്ട തീരം, ഉയർത്തപ്പെട്ട തീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം പോലുള്ള ഭൗമപ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരദേശങ്ങളാണെന്ത്, ഉയർത്തപ്പെട്ട തീരങ്ങൾ. എന്തൊക്കെ സംഭവിക്കുമ്പോഴാണ് ഉത്ഥാനം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കരഭാഗം ഉയരും, സമുദ്രഭാഗം താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണെന്ത്, ഉയർത്തപ്പെട്ട തീരങ്ങൾ. എന്താണ് അപ്പോൾ താഴ്ത്തപ്പെട്ട തീരങ്ങൾ നോക്കാം. അവതലനം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണെന്ത്, താഴ്ത്തപ്പെട്ട തീരങ്ങൾ. അപ്പോ പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. അവിടെ നടക്കുന്ന ഭൗമപ്രവർത്തനം അവതലനമാണ്. അവിടെ തീരദേശത്തെ കരഭാഗം എന്ത് ചെയ്യും, താഴുന്നു, സമുദ്ര ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷതയാണെന്ത്, തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായിട്ട് തരംതിരിച്ചു: ഗുജറാത്ത്, കൊങ്കൺ, മലബാർ തീരം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഗുജറാത്ത് തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ, ദിയു, ദാദ്ര, നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണെന്ത്, ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെ നദികളാണ്? സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ട് രൂപപ്പെട്ട തീരസമതലം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് തീരസമതലം. ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. എന്തൊക്കെയാണുള്ളത്? ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളും ഉപദ്വീപുകളും, കടലിടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന തീരം ഏതാണെന്ന് ചോദിച്ചാൽ അലാങ് തീരം. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായിട്ടുള്ള സൂറത്ത്, വഡോദര, മത്സ്യബന്ധന ഹാർബർ ആയിട്ടുള്ള വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ
ഗുജറാത്ത് തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അലാങ് കടൽ തീരം, അതേപോലെ സൂറത്ത്, വഡോദര, വെരാവൽ തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങള് ഗുജറാത്ത് തീരസമതലത്തിലാണ് ഉൾപ്പെടുന്നത്. റാൻ ഓഫ് കച്ച് ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായിട്ടുള്ള കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണെന്ത് റാൻ ഓഫ് കച്ച്. ഗുജറാത്ത് ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടുകൂടി വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ട് മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് ഉള്ളത്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. അടുത്ത തീരമാണ് കൊങ്കൺ തീരം. ഗുജറാത്ത് സമതലത്തിന് തെക്ക് ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഇതിന്റെ ഏകദേശം നീളം 500 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. കൊങ്കൺ തീരത്തിന്റെ വടക്കുഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. മണൽ നിറഞ്ഞ തീരങ്ങള് വടക്കുഭാഗവും തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ് ഉള്ളത്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഗോവയിൽ ധാരാളം ബീച്ചുകൾ ഉണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമുദ്രത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു. അപ്പൊ എന്തൊക്കെ ഭൂരൂപങ്ങളാണുള്ളത്? ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ. അടുത്തത് നവക്ഷേവ അതായത് നവി മുംബൈ, മോർമുഗാവോ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും ഒക്കെ കൊങ്കൺ തീരസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്തത് മലബാർ തീരം. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. കൊങ്കൺ തീരത്തേക്കാൾ വീതി മലബാർ തീരത്തിന് കൂടുതലാണ്. ക്ലിഫുകളും കടൽ സ്തംഭങ്ങളും ബീച്ചുകള്, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ. വേമ്പനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിൽ ഒന്നാണ് ഇത്. NW3. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാടും കുട്ടനാടും ഹോൾ നിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. അടുത്തത് കിഴക്കൻ തീരസമതലാണ്. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണിത് കിഴക്കൻ തീരസമതലം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്. ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്. പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ട തീരമാണെങ്കിൽ കിഴക്കൻ തീരസമതലം ഒരു ഉയർത്തപ്പെട്ട തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. ഈ തീരസമതലത്തെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വടക്കൻ സിർക്കാസ് തീരം. മഹാനദി മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണിത് വടക്കൻ സിർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. മുഖ്യമായിട്ടും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണിത് ഈ തീരസമതലം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയിലെ കൊല്ലീരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം. ആന്ധ്രയിലെ കൊല്ലീരു തടാകം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലി പട്ടണവുമാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ.
ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും ഇവിടുത്തെ തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയവ എന്താണ്? നെല്ലറകളാണ്. വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയവ മത്സ്യബന്ധന തുറമുഖങ്ങളാണ്. അടുത്തത് കിഴക്കൻ തീരസമതലത്തെ രണ്ട് ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വടക്കൻ സർക്കാർ തീരമാണ്, മറ്റൊന്ന് കോറമാണ്ടൽ തീരമാണ്. കൃഷ്ണാനദി മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാണ്ടൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കോറമാണ്ടൽ തീരത്തെ ഒരു പ്രധാന തടാകമാണിത് പുലിക്കാട്ട് തടാകം. പുലിക്കാട്ട് തടാകത്തിന് തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവരം കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലത്തിലെ ജൈവവൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. എന്തൊക്കെയാണ് പക്ഷി സങ്കേതങ്ങൾ? പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നിവയാണ്. പിച്ചാവരം കണ്ടൽക്കാടുകൾ ഉൾപ്പെടുന്നതാണ്. ഇനി പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് എന്തുള്ളത്? ശ്രീഹരിക്കോട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടലൂർ എന്നിവ. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടുത്തത് നമുക്ക് ദ്വീപുകളെ നോക്കാം. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട രണ്ട് ദ്വീപ് സമൂഹങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഒന്ന് ലക്ഷദ്വീപ്, മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുമാണ്. ലക്ഷദ്വീപ് അറബിക്കടലിലും മറ്റത് ബംഗാൾ ഉൾക്കടലിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹങ്ങൾ അവയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ലക്ഷദ്വീപ് കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിലെ ഏറ്റവും വലുത്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നു. 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. തലസ്ഥാനം കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിലെ ഏറ്റവും വലുത്. മത്സ്യബന്ധനമാണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ തൊഴിൽ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം ചൂരയാണ്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. തെങ്ങാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ്. പവിഴദ്വീപുകൾ എന്ന് വെച്ചാൽ കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃദുതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറൽ പോളിപ്പുകൾ കോറലുകളുടെ സ്രവമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് നൂറുകണക്കിന് വർഷങ്ങളെടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴദ്വീപുകൾ ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലയിൽ തീരത്തോട് അടുത്ത് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളാണിവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ പൊതുവെ ഇത് കാണപ്പെടുന്നുണ്ട്. അടുത്ത ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണിത്. ഇവ അഗ്നിപർവ്വത ജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ, നിക്കോബാർ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇങ്ങനെ തരംതിരിക്കുന്ന കടൽ ഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ഭാരത് ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നു. ഏകദേശം 572 ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളാണുള്ളത്. ഇതിൽ 38 ദ്വീപുകളിലാണ് ജനവാസം ഉള്ളത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 ഉണ്ടായിട്ടുള്ള സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൾ ഗുഹകളും എല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്.
അടുത്തതായിട്ട് നമുക്ക് തീരഭൂരൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വിവിധ രൂപീകരണ സഹായികളാണിവ നിർമ്മിക്കുന്നതെന്ന് നമുക്കറിയാം. കാറ്റ്, ഹിമാനി, നദികൾ എന്നിവയൊക്കെ വിവിധ ഭൂരൂപീകരണ സഹായികളാണ്. ഓരോ ഭൂരൂപങ്ങളായിട്ട് നമുക്ക് നോക്കാം. സമുദ്രതീരങ്ങളിൽ പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാല അടിക്കുന്ന സമയത്ത് തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ചെങ്കുത്തായ കരഭാഗങ്ങൾ ഉണ്ടാവുന്നു. ഇതാണിത് ക്ലിഫുകൾ. ഇതുപോലെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായിട്ട് സമുദ്രഗുഹകളായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാ ഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നുള്ള സമുദ്രഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായിട്ടുള്ള അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതിയിൽ കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം. അപ്പൊ മൂന്ന് ഭൂരൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ക്ലിഫാണ്, മറ്റൊന്ന് സമുദ്ര ഗുഹകളാണ്. സമുദ്ര ഗുഹകളിൽ മാറ്റം സംഭവിച്ചിട്ടാണ് സമുദ്ര കമാനം ഉണ്ടാവുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർന്ന് അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്കു തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്ന് വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാവുന്നു. ഇതാണിത് സമുദ്ര സ്തംഭങ്ങൾ. അപ്പൊ ഇവിടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ക്ലിഫ്, ചെങ്കുത്തായിട്ടുള്ള കുന്നുകൾ. അവിടെ സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ ഇത് സമുദ്ര കമാനമായിട്ട് മാറുന്നു. സമുദ്ര കമാനത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞ് പിന്നീട് അത് കടലിൽ വേർപെട്ടായിട്ട് കാണപ്പെടുന്നു. അതാണിത് സമുദ്ര സ്തംഭം. ഇങ്ങനെയാണ് തീര ഭൂരൂപങ്ങൾ രൂപീകരിക്കുന്നത്. തിരമാലയുടെ പ്രവർത്തന ഫലമായിട്ടും വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ തീരദേശത്ത് രൂപപ്പെടാറുണ്ട്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് എന്ത്? ബീച്ചുകൾ. കടൽ തീരത്തിന് സമാന്തരമായിട്ട് തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണെന്ത്? പൊഴികൾ. കരയിൽ നിന്ന് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണെന്ത്? മണൽ നാക്കുകൾ. ഇവിടെ ചിത്രീകരണത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണെന്ത്? പൊഴികൾ. മണൽ നാക്ക് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. കാലാവസ്ഥ നമുക്ക് നോക്കാം. തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ. കരയും കടലും വ്യത്യസ്തമായിട്ടാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. കടൽ സാവധാനത്തിലെ ചൂടുപിടിക്കൂ തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ മിതപ്പെടുത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. കടൽക്കാറ്റും കരക്കാറ്റും ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിന് താരതമ്യേന ചൂട് കുറവും അവിടെ ഉച്ചമർദ്ദമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്ന് ന്യൂനമർദ്ദ പ്രദേശമായിട്ടുള്ള കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണെന്ത്? കടൽക്കാറ്റ്. ഇതിന് വിപരീതമായിട്ട് രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് എന്ത് ചെയ്യും? ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ അവിടെ ന്യൂനമർദ്ദമായിരിക്കും. അപ്പോൾ ഉച്ചമർദ്ദ മേഖലമായിട്ടുള്ള കരയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയായിട്ടുള്ള കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണെന്ത്? കരക്കാറ്റ്. അപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാകുന്നത് പകൽ സമയത്തും കരക്കാറ്റ് ഉണ്ടാകുന്നത് രാത്രികാലത്തുമാണ്. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നത്. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കുന്നു. കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെ തുലാവർഷമാണ് നമ്മൾ വിളിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. മണ്ണ്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്തെ പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജീവാംശം കൂടിയ പീറ്റ് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നു. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ട്. ഓരോ തീരവും അവിടുത്തെ മണ്ണിനവും കൊടുത്തിട്ടുണ്ട്. ഗുജറാത്ത് തീരത്ത് കറുത്ത മണ്ണാണ്. അതുകൂടാണ്ട് തീരദേശ എക്കൽ മണ്ണുണ്ട്, ലവണ മണ്ണും ഉണ്ട്. കൊങ്കൺ തീരപ്രദേശത്ത് കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണുമാണ് ഉള്ളത്. മലബാർ തീരപ്രദേശത്ത് എക്കൽ മണ്ണും പീറ്റ് മണ്ണുമാണ് ഉള്ളത്. കിഴക്കൻ തീരപ്രദേശത്ത് തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണുമാണ് ഉള്ളത്. ലക്ഷദ്വീപില് പവിഴ മണൽ മണ്ണും ആൻഡമാൻ നിക്കോബാർ ദ്വീപില് സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ് ഉള്ളത്. സസ്യജാലങ്ങൾ.
ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങളിലും ഏറെ സമാനതകൾ കാണാവുന്നതാണ്. വരണ്ട തീരസസ്യങ്ങളും ഉണ്ട്, ആർദ്ര തീരസസ്യങ്ങളും ഉണ്ട്. തിരമണൽ പരപ്പുകളിലെ സസ്യങ്ങളും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളും ഒക്കെയാണ് വരണ്ട തീരസസ്യങ്ങളിൽ പെടുന്നത്. ആർദ്ര തീരദേശ സസ്യങ്ങളില് കണ്ടൽക്കാടുകളും ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങളും കടൽ പായലുകളും കടൽ സസ്യങ്ങളും കോറൽ സസ്യങ്ങളും ഒക്കെയാണ് പെടുന്നത്. തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറി തുടങ്ങിയവയാണ് ഇവിടുത്തെ കാർഷിക വിളകൾ. കണ്ടൽക്കാടുകള് തീരത്തിന്റെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. ധാതു നിക്ഷേപം. ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം ലോഹ അലോഹ ധാതുക്കളുടെ നിക്ഷേപങ്ങളുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. കൂടാതെ ആണവ ഇന്ധനമായിട്ടുള്ള യുറേനിയം, വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവങ്ങളായിട്ടുള്ള ധാതുക്കളും എവിടെ കാണപ്പെടുന്നുണ്ട്? തീരദേശ കരിമണലിൽ കാണപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിൽ കരിമണൽ നിക്ഷേപമുണ്ട്. ജനസംഖ്യയും ജനജീവിതവും. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. മിതമായിട്ടുള്ള കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായിട്ടുള്ള സമതല ഭൂപ്രകൃതി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെയുള്ള മറ്റ് 3 ചെന്നൈ, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ 3 മെട്രോ നഗരങ്ങളും തീരസമതലങ്ങളിലാണ് വികസിച്ചു വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്തുണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതയുള്ളതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാന തൊഴിൽ മേഖലയാണെന്ത്? വിനോദസഞ്ചാരം. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. വ്യവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. തീരദേശങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നോക്കാം. മനുഷ്യവാസത്തിന് അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതി, സുഖകരമായിട്ടുള്ള കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങിയ നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരദേശം. ഏറെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ആഗോള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമെല്ലാം തീരദേശ ജനതയെ പ്രതിസന്ധി നിറഞ്ഞതാക്കുന്നു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്ന പോയിന്റുകൾ. ഈ ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ പുതിയ ജിയോഗ്രഫിയിലെ ചാപ്റ്റർ ആണ്. അപ്പൊ പുതിയതായിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.